വിമലഹൃദയ പ്രതിഷ്ഠ 32-ാം ദിവസം. പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ലോകത്തെ അതിയായി സ്നേഹിക്കുന്നു. ആ സ്നേഹത്താലാണ് ഞാൻ എൻ്റെ ഹൃദയം ലോകത്തിന് നൽകുന്നത്. മനുഷ്യവർഗത്തിൻ്റെ മേൽ മറ്റൊരു കൃപാമാരി വർഷിക്കാൻ പോകുന്നു. മനുഷ്യാവതാരത്തിന് ശേഷമുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ മറ്റൊരു ആവിഷ്കരണമാണിത്. എൻ്റെ ഉദരം വഴി ലോകത്തിന് രക്ഷ നൽകാൻ വന്ന കരുണയുടെ മഹാപ്രഭു വീണ്ടും സ്വന്തം സ്നേഹസമ്പൂർണമായ ഹൃദയം എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിമല ഹൃദയം വഴിയാണ് ഈ ദാനവും. എൻ്റെ കുഞ്ഞുങ്ങളെ, വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ എത്ര അത്യാവശ്യമാണെന്ന് ഇപ്പോൾ വ്യക്തമല്ലേ? എൻ്റെ ഹൃദയത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹമിശ്രണമായ ഹൃദയം അവർക്ക് ആഴത്തിൽ അനുഭവിക്കാം. ദൈവത്തിൻ്റെ ഈ ക്ഷണം ഓരോ മനുഷ്യാത്മാവിലും എത്തിക്കണം. അങ്ങനെ ഈ സ്വർഗീയ കൃപ അവരുടെ ആത്മാക്കളെ ഒരുക്കി വാർക്കും. ഈ പ്രക്രിയയിൽ അവർ എൻ്റെ വിമല ഹൃദയത്തിന് അനുരൂപരാകണം. ഇപ്രകാരം മാത്രമേ അവർ സ്വർഗവാതിലിലൂടെ നയിക്കപ്പെടുകയുള്ളൂ. ദൈവമാകുന്ന പ്രകാശത്തിൽ, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർക്ക് നിത്യവിശ്രമം ലഭിക്കുകയുള്ളൂ. വഴികാട്ടി, നമ്മുടെ നാഥയുടെ സഹയാത്രികരിൽ നിന്നും ഭാവി തലമുറകൾക്കുള്ള മാതൃകാ വ്യക്തികളും പുറപ്പെടും. അവർ വിമല ഹൃദയത്തിൻ്റെ മഹാവിജയത്തിൻ്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ടവരുമായിരിക്കും. അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെട്ടവരും തീക്ഷ്ണത നിറഞ്ഞവരും കൃപയുടെ കലവറകളും ആയിരിക്കും അവർ. ദൈവത്തിൻ്റെ ശത്രുക്കളോട് എതിർത്ത് പോരാടാൻ അവരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവർക്ക് ചുറ്റും പൊരിഞ്ഞ യുദ്ധം നടക്കും, പക്ഷേ അവർ പതറുകയില്ല. അവർ വിമല ഹൃദയത്തിലേക്ക് നോക്കിയായിരിക്കും ഈ ആത്മീയ യുദ്ധം ചെയ്യുന്നത്. അമ്മയുടെ പ്രകാശം അവർ സ്വീകരിക്കും. അമ്മയുടെ കൈകളാൽ ശക്തരാക്കപ്പെടും. അമ്മയുടെ ആത്മാവിനാൽ നയിക്കപ്പെടും. കരങ്ങളാൽ താങ്ങപ്പെടും. അമ്മയുടെ മേലങ്കിക്കുള്ളിൽ സംരക്ഷിക്കപ്പെടും. ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും സർവ്വലോകരെയും കാന്തത്തിലേക്ക് ഇരുമ്പ് തരികളെന്ന പോലെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് വലിച്ചടിപ്പിക്കും. അവർക്ക് ചുറ്റും ശത്രുക്കൾ അണിനിരക്കും, എങ്കിലും അവർ വിജയങ്ങൾ നേടും. ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്യും. പ്രവൃത്തിപദം. രക്ഷ സ്വായത്തമാക്കുവാൻ നമ്മുടെ നാഥയോടുള്ള ഭക്തി എല്ലാ മനുഷ്യർക്കും അനിവാര്യമാണ്. വിശുദ്ധിയുടെ നിറവിലേക്കുള്ള യാത്ര ചെയ്യുന്നവർക്ക് ഇത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതുമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഹൃദയബന്ധമുണ്ടാകണമെങ്കിൽ നമ്മുടെ നാഥയുമായി ഹൃദയൈക്യമുണ്ടായിരിക്കണം. ഈ ബന്ധം ഉറയ്ക്കണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹവും മാതൃസഹജമായ സമീപനങ്ങളും പ്രവൃത്തികളും അത്യാവശ്യമാണ്. മാതൃഹൃദയത്തിലൂടെയാണ് സ്വർഗവാതിലിലേക്കുള്ള വഴി. സമർപ്പണം. അമ്മയുടെ ഉദരത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഈ ലോകം ബാഹ്യമായി കാണാൻ സാധിക്കുകയില്ലല്ലോ. സ്വർഗത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഇവിടെയുണ്ട്. വിനീത ഹൃദയമുള്ളവർക്കാണ് കൃപയുടെ രഹസ്യതാവളം. പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇവിടെ വാസസ്ഥലമുണ്ട്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ പരിപൂർണതയിൽ ഉടച്ചു വാർക്കപ്പെടുന്നു. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, പരിപൂർണതയിലേക്ക് ഞാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആ പരിപൂർണത എനിക്ക് നൽകണമേ. വിശുദ്ധിയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാൻ എൻ്റെ ആത്മാവിനെ അങ്ങയോട് ഐക്യപ്പെടുത്തണമേ. അങ്ങയുടെ ഉദരത്തിൽ എന്നെ ഒളിച്ചു വയ്ക്കണമേ. അങ്ങയുടെ സ്വന്തമായി എന്നെ സ്വീകരിക്കണമേ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ നിറവേറ്റാൻ വേണ്ട പ്രകാശം എന്നിൽ ചൊരിയണമേ. കൊയ്ത്തിൻ്റെ കളകളിലേക്ക് എന്നെ അയക്കുക. അമ്മയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞാൻ ശേഖരിക്കട്ടെ. അങ്ങനെ അമ്മയുടെ വിജയത്തിൽ അവരും പങ്കുചേരട്ടെ. ആമേൻ.